പ്രോസിക്യൂട്ടർ ദിലീപ് സത്യൻ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. പബ്ലിക് പ്രോസിക്യൂട്ടർ ദിലീപ് സത്യനും ഒപ്പം തന്നെ കേസ് അന്വേഷിച്ച ASC ദിനിലുമാണ് ചേരുന്നത്. സാർ, ഈ പ്രോസിക്യൂഷന്റെ പ്രധാന വാദം പ്രോസിക്യൂഷന്റെ പ്രധാന വാദം വധശിക്ഷയായിരുന്നു. അഡ്വക്കേറ്റ്, ഈ പ്രതിക്ക് പരമാവധി ശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത്. എന്തുകൊണ്ടാണ് അപൂർവമായ കേസായി കോടതി പരിഗണിക്കാതിരുന്നത്? കാരണം അത് വിധിപ്പകർപ്പിൽ നിന്ന് മനസ്സിലായിട്ടുണ്ട്. അല്ല, ഇതിനകത്തിപ്പം അപൂർവമായ കേസായിട്ട് പരിഗണിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇപ്പം പറയാനുള്ളതായിട്ടില്ല. കാര്യം ഈ ജഡ്ജ്മെൻറ്റിൻ്റെ കോപ്പി നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പം ഇതിനകത്ത് നമ്മൾ ഈ ഡെത്ത് സെൻറ്റൻസ് കൊടുക്കുന്നതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ലൈഫ് ഇംപ്രസ്മെൻറ്റ് എപ്പോഴാണ് അഡിക്വേറ്റ് ആയിട്ട് തോന്നുന്നത്. ഒരു ലൈഫ് ഇംപ്രസ്മെൻറ്റ് ശരിയല്ല, അത് മാത്രം പോരാ, അതിൽ കൂടുതൽ പണിഷ്മെൻറ്റ് കൊടുക്കണമെന്ന് തോന്നുന്ന സാഹചര്യങ്ങൾ മാത്രമാണ് ഡെത്ത് സെൻറ്റൻസ് പറയുന്നത്. അപ്പോൾ ഡെത്ത് സെൻറ്റൻസ് ആണ് റൂൾ ആൻഡ് ലൈഫ് ഇംപ്രസ്മെൻ്റ് ആണ് റൂൾ. ഡെത്ത് സെൻറ്റൻസ് എന്ന് പറഞ്ഞൊരു എക്സെപ്ഷൻ എന്നുള്ള രീതിയിലാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വിധിയിൽ നമ്മളങ്ങനെ നെഗറ്റീവായിട്ട് കാണാനായിട്ട് വലുതായിട്ടൊന്നും കാണുന്നില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ 302 4 കൗണ്ടിൽ ലൈഫ് ഇംപ്രസ്മെൻറ്റ് കണ്ടിട്ടുണ്ട്. ഈ 4 കേസിൽ ഓരോ കേസിലെ ലൈഫ് ഒരുമിച്ചാണ് പോകുന്നത്. അതിൽ 3 ലക്ഷം രൂപയുടെ നഷ്ടപരിഹാരവും പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 436 വീട് തീ വെച്ചതിന് 7 വർഷത്തെ കഠിന തടവ് പറഞ്ഞിട്ടുണ്ട്. അതിലും കോമ്പൻസേഷൻ പറഞ്ഞിട്ടുണ്ട്. ഓരോ കേസിലായിട്ടാണോ? അതെ, അല്ലല്ല, അത് 436 കോമൺ ആയിട്ടാണ്, ഒരൊറ്റ ഒഫൻസേ വരുന്നുള്ളൂ. അതിനുശേഷം 201 നമ്മുടെ തെളിവ് നശിപ്പിച്ചതിന് 5 വർഷത്തെ പണിഷ്മെൻറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും സ്ട്രേഞ്ച് ആയിട്ടുള്ളതും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഇതിനകത്ത് വന്നിട്ടുള്ളത് ഈ 436 7 വർഷം ആദ്യം അനുഭവിക്കണം. അതിനുശേഷം കൺസിക്യൂട്ടീവായിട്ട് അതിനുശേഷം 201 5 വർഷം. അപ്പോൾ 7, 5, 12 വർഷത്തെ ശിക്ഷ ആദ്യം അനുഭവിക്കുക. അതിനുശേഷം മാത്രമേ ലൈഫ് ഇംപ്രസ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏകദേശം നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 10, 25, 30 വർഷത്തോളം കാലം കേരളിന് എന്ത് വന്നാലും ഈ പ്രതിക്ക് ജയിലിൽ കിടക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിട്ടുള്ളത്. അതായത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും കാലയളവിൽ ഈ ലൈഫ് ഇംപ്രസ്മെൻറ്റിന് റെമിഷൻ, അതായത് 14 വർഷത്തിന് ശേഷം റെമിഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് മാത്രമേ സെറ്റ് ഓഫ് ഉള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് സെറ്റ് ഓഫും കോടതി അനുവദിച്ചിട്ടില്ല. അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ വളരെ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ളൊരു ജഡ്ജ്മെന്റ് തന്നെയാണ് ഈ വന്നിട്ടുള്ളത്. അതെ, മാത്രമല്ല ജോസ് ഈ പറയുന്ന ദുരന്തത്തിന്റെ മറ്റൊരു സാക്ഷി കൂടിയാണ്. തീർച്ചയായിട്ടും ഈ പറയുന്ന 15 ലക്ഷം രൂപ അമ്മാവൻ ജോസിന് കൊടുക്കാൻ കൂടി പറഞ്ഞിരിക്കുക. അതെ, തീർച്ചയായിട്ടും ഈ കോമ്പൻസേഷൻ ആയിട്ട് വന്നിട്ടുള്ള ഈ 15 ലക്ഷം രൂപയും ഒന്നാം സാക്ഷിയായ ജോസിന് കൊടുക്കാനായിട്ടാണ് കോടതി ഉത്തരവായിട്ടുള്ളത്. കാരണം ജോസിന് കൊടുക്കണമെന്ന് തീർച്ചയായിട്ടും ഇതിനകത്തുള്ള ഒരു വിക്ടിം ജോസ് ആണെന്നുള്ളത് നമ്മൾ ആദ്യ കാലം തൊട്ട് തന്നെ കോടതിയിൽ പറയുന്നതാണ്. ഇതിൽ ഏറ്റവും വലിയ വിക്ടിം എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ അഫക്റ്റഡ് പാർട്ടി എന്ന് പറയുന്നതും ജോസ് തന്നെയാണ്, ഒന്നാം സാക്ഷി തന്നെയാണ്. ഇല്ല, ജഡ്ജ്മെന്റ് കോപ്പി നമുക്ക് ഇതുവരെ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതുകൊണ്ട് കോടതിയുടെ വിധിയിലുള്ള ആ പോസിറ്റീവ് സൈഡോ നെഗറ്റീവ് സൈഡോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷൻ എത്തിയെന്നുള്ളത് ഇപ്പോൾ പറയാറായിട്ടില്ല.